എന്റെ ജോണെ നോക്കി നടന്നോടെ നിനക്ക്. ഇപ്പൊ നീ ട്രക്കിന്റെ അടിയിലായനെ. ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി. ചേടാ, എന്തിനാ അവനെ രക്ഷിക്കാൻ പോയത്? കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ആ ചേട്ടാ, അവനും ഒരു മനുഷ്യനല്ലേ. അവൻ ട്രക്കിന്റെ അടിയിൽ പോകുന്നത് എനിക്കെങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും? മോട്ടു, നീ എത്ര നല്ല മനുഷ്യനാണ്. ഞാൻ വൃത്തികെട്ടവനോ? ഇന്ന് മുതൽ എന്റെ ജീവൻ നിനക്കുള്ളതാണ്. എന്റെ അവശേഷിക്കുന്ന ജീവിതം മുഴുവനും നിന്നെ സേവിക്കാനുള്ളതാണ്. ഏയ് വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നീ മോഷ്ടിക്കുന്നതൊന്നും നിർത്തിയാ മതി, മറ്റൊന്നും വേണ്ട. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും പറയണ്ട. പക്ഷെ ഈ കള്ളന് നിന്നെ സേവിക്കാൻ ഒരവസരമെങ്കിലും തരണം. ഒരു തവണ നിന്നെ സേവിക്കാൻ എനിക്ക് അവസരം തരുകയാണെങ്കിൽ നിന്നെ ഞാൻ സേവിച്ച് നല്ലൊരു മനുഷ്യനായി മാറിക്കൊള്ളാം. എന്താ എന്താ നീ ഇത് എന്തായി കാണിക്കുന്നേ? മുകളിൽ ഫാൻ ഓടുന്ന കാണുന്നില്ലേ? അത് ഒരുപാട് ഉയരത്തിലല്ലേ, അതിന്റെ കാറ്റ് താഴേക്ക് വരത്തില്ലല്ലോ. താങ്കളെ പോലെ ഒരു മഹാന് വേണ്ടി ഫാന് താഴെയാണ് വെക്കേണ്ടത്, എന്നാലല്ലേ കാറ്റ് കിട്ടത്തുള്ളൂ. ജോൺ, നീ മോട്ടുവിനെ ഒന്ന് ശ്രദ്ധിക്കേ. ഞാൻ പുറത്ത് കറങ്ങിയിട്ട് വരാം. പത്തുലു അവിടെ നിക്കേ. ടാറ്റാ. അതെനിക്ക് വിട്ടേക്ക്, ഞാൻ ശരിയാക്കാം. ചെറിയ ഈച്ചക്ക് ഇത്രയ്ക്ക് കൃമി കടിയോ? അത് മോട്ടുവിനെ ശല്യം ചെയ്യാൻ. ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിക്കവിടെ, ആ ഈച്ച എപ്പോഴേ പോയി ജോണേ. മാത്രമല്ല ഞാനിന്ന് പുറത്തേക്ക് പോവുക. നീ വീട്ടിൽ തന്നെ ഇരിക്കേ. താങ്കളുടെ സേവകൻ ജോൺ താങ്കൾക്കായി കസേര കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനൊന്നും ആവശ്യമില്ല ജോൺ, എനിക്ക് നടന്നു പോവാനാണ് കൂടുതലും ഇഷ്ടം. ഇപ്പൊ ശരിയാക്കാം. ഞാനിതാ വരികയാണ്. മോട്ടു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പുറകെ തന്നെയുണ്ട്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പിടിക്ക് ജോണേ, ഉമ്മാരെ പിടിക്ക്. ഞാൻ ചെയ്യാം. ഞാനാണ് മോട്ടുവിന്റെ സേവകൻ. അതുകൊണ്ട് ഈ ജോലി ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ട, ആരെങ്കിലും അവനെ ഒന്ന് പിടിക്ക്. എനിക്ക് ഇവൻ ഇഞ്ചക്ഷൻ ഇടണ്ടേ. ഒരുപാട് വേദനിക്കുന്നേ. നിങ്ങൾ കരയണ്ട, ഞാൻ നിങ്ങളുടെ സേവകനല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ കരഞ്ഞോളാം. അതെന്റെ സേവനത്തിന്റെ ഭാഗമാണ്. എന്തൊരുടുക്കത്തെ വേദന കുത്തരിക്കുണ്ടാ കിട്ടിയത്. എന്റെ രോഗികളാണ് സത്യം. ഈ സേവനം ഭയങ്കര കുരിശായി പോയല്ലോ. അവൻ തന്നെ വേദന കൊടുത്തിട്ട് അവൻ തന്നെ കരയുന്നു. ബോസ്, ബോസ്, നിങ്ങള് സേവനത്തിൽ ഇറങ്ങിയല്ലേ? ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ബോസ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ മോഷണം നടത്തും? വാ, നമുക്ക് 1-2 മാസമൊക്കെ ചെയ്യാം. ഇനി മേലാൽ മോഷണത്തിന്റെ കാര്യം എന്നോട് പറയരുത്. ഞാൻ നന്നായി. ഞാനിപ്പോ മോട്ടുവിനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടെണ്ണം ഇവിടുത്തെ വേഗം സ്ഥലം വിടാൻ നോക്ക്. നിങ്ങൾ കരയരുത്, ഞാൻ കരഞ്ഞോളാം. ഞാൻ നിങ്ങളുടെ സേവകനല്ലേ. എന്റെ മോട്ടു, നീ ഇവനെ ഉടനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ ഓടേണ്ടി വരും. അതേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. സേവകരെ ഒഴിവാക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. ദാ കണ്ടോളൂ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന്. അതെ ജോൺ, ചെല്ല്, മോട്ടുവിനെ കുറിച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. ഞാൻ മോട്ടുവിന്റെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, അല്ലാതെ നിങ്ങളുടെ നോക്കാൻ പറ്റില്ല. ഞാൻ മോട്ടുവിന്റെ സവര. ജോൺ ചെല്ല്, വെള്ളം എടുത്തോണ്ട് വാ.
ഇതാ കുടിച്ചോളൂ. അല്ല മോട്ടു, നിനക്കിപ്പ സമൂസ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ? ആ, ജോൺ പെട്ടെന്ന് സമൂസ മേടിച്ചോണ്ട് വാ. ഇപ്പൊ വരാം. മോട്ടു ഇത് പിടിച്ചോ, എന്നിട്ട് പറന്നോ. ജോൺ എങ്ങനെ നിന്റെ പുറകെ വരുമെന്ന് നോക്കട്ടെ. മോട്ടു അവിടെ നിൽക്ക്, എന്റെ കയ്യിൽ സമോസയുണ്ട്. ഇതാ സമോസ. എന്റെ മുകളിലുള്ള ദൈവമേ, ഈ കഷ്ടകാലത്തിന് എന്റെ പുറകെ നിന്ന് മാറ്റി തരുമോ? മോട്ടു താങ്കൾ എന്തിനാ ഇങ്ങനെ പറക്കുന്നത്? പറക്കാനാണെങ്കിൽ ഇവിടെ ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ സേവകനല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ സമോസ കഴിക്കൂ. മോട്ടു വല്യേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കേ. ആ സേവകൻ എന്റെ പുറകെ നിന്ന് മാറ്റിത്താ. അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. കേക്ക്, ഒരു ഐഡിയ കൂടെ ഉണ്ട്. മോട്ടു താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഈ കൊക്കയിലേക്ക് എടുത്ത് ചാടാൻ പോവാ. കേൾക്കുന്നില്ലേ നീ? ഞാൻ ഈ കൊക്കയിലേക്ക് എടുത്ത് ചാടാൻ പോവാന്ന്. ഇപ്പൊ ജോൺ എന്തായാലും പെടും. ഒന്നുകിൽ മോട്ടുവിനെ വിട്ടിട്ട് ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ അവൻ തന്നെ കൊക്കയിലേക്ക് എടുത്ത് ചാടും. രണ്ടാണെങ്കിലും ശരി, മോട്ടു ജോണിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് ഉറപ്പാ. താങ്കൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, താങ്കൾ ഒന്നുകൊണ്ട് പേടിക്കുകയും വേണ്ട. താങ്കളുടെ സേവകൻ ഈ ജോൺ ഉള്ളിടത്തോളം കാലം താഴേക്ക് എടുത്ത് ചാടാനാണെങ്കിൽ ഞാൻ സഹായിക്കാം. ഞാൻ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇട്ടാൽ മാത്രം പോരെ. എന്തെങ്കിലും ചെയ്യുമ്പത്തിലോ ഈ സേവകൻ എന്റെ ജീവനും കൊണ്ടേ പോവൂ. ഇവൻ എന്നെ മോളിലേക്ക് പറഞ്ഞു വിട്ടിട്ടേ അടങ്ങുമെന്നാ തോന്നുന്നത്. ഇവൻ കാരണം എനിക്കിപ്പോ ഉറക്കം കരയാൻ പോലും പറ്റുന്നില്ല. ഐഡിയ. ഞാൻ പോയി എല്ലാം തയ്യാറാക്കട്ടെ. അവൻ എന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കയ്യോടെ അവനെ പിടിച്ച് ഞാൻ അപ്പൊ തന്നെ ജയിലിനകത്തിടും. അതെ പത്ലു, ഇന്ന് കനകാപുരിയിലെ രാജകുമാരി കോടിക്കണക്കിന് ആഭരണങ്ങൾ അണിഞ്ഞാണ് വരുന്നത്. ഞാൻ ആ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് അതൊക്കെ ഫുർഫുറി നഗരത്തിലെ മ്യൂസിയത്തിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഭരണങ്ങളെല്ലാം ഒരു കാലത്ത് ഫുർഫുറി നഗരത്തിന്റേതായിരുന്നു. ഞാൻ മോഷ്ടിക്കാം. താങ്കളുടെ സേവകനായിട്ട് ഈ ജോൺ ഉണ്ടല്ലോ, എന്താ വേണ്ടെന്ന് പറയൂ. അല്ല, കന്യാകുമാരി രാജകുമാരി എവിടെയാ വരുന്നത് പറയൂ. പത്ലു, ജോൺ വരുന്നുണ്ടോ ഇല്ലയോ? അവൻ വരുന്നുണ്ട് ചിങ്കം സാറേ. അവൻ ഫ്ലൈയിങ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ടായിരിക്കും വരിക. അവൻ താഴെ ഇറങ്ങി മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തോളൂ. ചാർജ്. എന്റെ അമ്മോ, എന്താ അവിടെ നടക്കുന്നത്? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ചിങ്കം സാറേ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ഈ സേവനമൊക്കെ അങ്ങ് നിർത്താൻ പോവുകയാണ്. ഇനി ആഘോഷിക്കാനുള്ള സമയമാണ്. ബൈ ബൈ. എന്റെ അമ്മോ, അവൻ വളരെ ബുദ്ധിശാലിയാണ്. നിങ്ങളെ എടുത്തോണ്ട് അവൻ പറഞ്ഞത്. മോട്ടുവിനെ സേവിക്കാൻ പോലും വന്നില്ല. സേവാന്ന് പറഞ്ഞ അവൻ നമ്മളെ പറ്റിക്കായിരുന്നു. ഇനി നമ്മളെല്ലാരും ചേർന്ന് അവനിട്ടൊരു പണി കൊടുക്കണം. ആ ആഭരണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും, ഉറപ്പാ. വരൂ, നമുക്കവനെ പിടിക്കാം. ദേ പോകുന്നു, അങ്ങോട്ട് നോക്ക്. ജോൺ, Stop. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. I surrender. ഇതാ വിലങ്ങടി ജോളു. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. എന്റെ അമ്മോ, വീണ്ടും തെങ്ങുമ്പോ വീണല്ലോ. Stop. I said stop. തെങ്ങ് താഴെയാണല്ലോ, പിന്നെ എവിടുന്ന ഈ തേങ്ങ വന്ന് വീഴുന്നത്? ജോൺ അവിടെ നിൽക്കേ. ജോൺ,
बाय बाय मोटू पतलू ജോൺ ഏയ് നമ്പർ 1 നമ്പർ 2 മുകളിൽ ഭയങ്കര തണുപ്പാണ്. നിങ്ങളുടെ ബോസ് തണുത്ത് വിറയ്ക്കും. വേഗം ഫാൻ ഓഫ് ചെയ്യ്. ഓ അങ്ങനെയോ? സോറി ബോസ്. ഇപ്പൊ തന്നെ ഞാൻ ഫാൻ ഓഫ് ചെയ്യാം. ചിങ്കം സാറേ ഒരു ബലത്തിന് വേണ്ടി ഒന്ന് എന്റെ കയ്യിലും ഒന്ന് സാറിന്റെ കയ്യിലും ഇരിക്കട്ടെ. പെട്ടെന്ന് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഫുർഫുറി നഗരവാസികളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇത്തവണ ജനുവരി 26-ന് നിങ്ങളിൽ ഒരു വ്യക്തിക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരം ലഭിക്കും. ഈ നഗരത്തിൽ ഏറ്റവും ധീരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനായിരിക്കും അത് ലഭിക്കുക. ധീരമായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ കാര്യങ്ങളാ? എന്ത് കാര്യം ആയിക്കോട്ടെ. ഉദാഹരണത്തിന് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ പണയം വെച്ച് അദ്ദേഹത്തിനെ രക്ഷിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു കള്ളൻ മോഷ്ടിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ വരെ പണയം വെച്ച് ആ കള്ളനെ പിടിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കും. എവിടാണ് ഓടിപ്പോകുന്നത്? നിക്കവിടെ. ഞങ്ങള് മോഷണം ഒന്നും നടത്തിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിടിക്കുന്നത്? ദയവ് ചെയ്ത് ഈ കെട്ടൊന്ന് അടിച്ചു വിടാമോ? മിണ്ടാതിരിക്ക്. എന്നിട്ട് കേട്ടോ, ആദ്യം അവനെ അഴിച്ചുവിട്. ഇപ്പൊ ജോൺ മോഷണമൊന്നും നടത്തിയിട്ടില്ലല്ലോ, പിന്നെന്തിനാ അവനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ജോൺ ധീരമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അവനും പുരസ്കാരം ലഭിക്കുന്നതാണ്. എന്റെ ജോണ് ചെല്ലേ, എന്നിട്ട് വേഗം വല്ലത് മോഷ്ടിക്കാൻ നോക്ക്. എന്നിട്ട് വേണം എനിക്ക് വന്ന് നിന്നെ പിടിക്കാൻ. ഇത്തവണ ധീരതയ്ക്കുള്ള പുരസ്കാരം ഞാൻ തന്നെ വാങ്ങിക്കും. എന്നെ ആർക്കും തടയാനാവില്ല. എന്റെ പൈശാചിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എന്റെ തലച്ചോറിനകത്തൊരു ബിരിയാണി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിരിയാണിയോ? എവിടെയാണ് ബിരിയാണി ഉള്ളത്? ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കുള്ള ബിരിയാണി അല്ല. ഞാൻ ഈ പുരസ്കാരം നേടിയെടുക്കാനുള്ള പുലാവ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി കേക്ക്. നിങ്ങൾ രണ്ടുപേരും പൂളിപ്പോയി മുങ്ങുന്നത് പോലെ അഭിനയിക്കണം. അപ്പൊ ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ ധീരതയ്ക്കുള്ള പുരസ്കാരം എനിക്കല്ലേ കിട്ടുക. വെരി ഗുഡ് ഐഡിയ ബോസ്. 2-ാം നമ്പറെ നമുക്ക് ഉടനെ പോകാം. പേടിക്കണ്ട, ഞാനിതാ വരുന്നു. എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. അവൻ മുങ്ങിക്കൊണ്ടിരിക്കുക. ജോൺ വരൂ. മോട്ടു, വളരെ ധീരതയോടെയാണ് നീ ജോണിനെയും അവന്റെ കൂട്ടുകാരെയും ഇപ്പൊ രക്ഷിച്ചത്. വെരി ഗുഡ്. വെരി 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 ഗുഡ്. ഈ ബോട്ട് രക്ഷിച്ചെന്നാണോ പറയുന്നത്? ഇവൻ എന്റെ ദേഹത്ത് ഇവിടെ എന്റെ നടുവ ഓടിച്ചത്. ഈ ദുഷ്ടൻ. ചായ കുടിച്ചിട്ട് ആ സ്കൂട്ടറിൽ പോകണം. ബോസ് അതിന്റെ ബ്രേക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മൾ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നൊന്നും പറഞ്ഞ് നിലവിളിക്കും. ബോസ് ഒരു കയറിൽ കെട്ടി തൂങ്ങി വന്ന് നമ്മളെ രക്ഷിക്കും. ഓക്കേ? Stop! Stop in the name of law!
അവിടെ നിക്ക്, എനിക്കിഞ്ഞി ഓടാൻ വയ്യ. സ്കൂട്ടർ, ശരി, എന്തായാലും ഇത് നന്നായി. സിംഗ സാറിനെ രക്ഷിക്കുകയാണെങ്കിൽ എന്തായാലും ധീരതയ്ക്കുള്ള പുരസ്കാരം ഉറപ്പ്. സ്കൂട്ടർ നന്നായിട്ടുണ്ട്, പക്ഷെ ബ്രേക്ക് ഇല്ലല്ലോ. എന്റെ അമ്മോ, രക്ഷിക്കണേ. നിക്ക്. ചിങ്കം സാറേ, നേരെ വണ്ടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഞാൻ കയറി തൂങ്ങി താഴേക്ക് ചാടാം. അപ്പൊ സാറ് എന്നെ പിടിച്ചിട്ട് സ്കൂട്ടറിൽ നിന്ന് ചാടിക്കോ. ഓക്കെ ഓക്കെ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ആ, മോട്ടു പത്ലു, ഐഡിയ. എന്റെ അമ്മോ, ഇല്ല, എന്റെ അമ്മോ. ചിങ്കം സാറേ, സ്കൂട്ടർ വിട്ടേക്കൂ. ഓക്കേ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. നിങ്ങൾ ഒരിക്കൽ കൂടി ധീരതയോടെ ഒരാളുടെ ജീവൻ രക്ഷിച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഇതെന്താ ബോസ്, ഇതെന്താ? ഇതെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പ്ലാൻ ഉണ്ടാക്കുന്നത് ഞാൻ, ക്രെഡിറ്റ് കിട്ടുന്നത് മൊത്തം ആ മോട്ടുവിനും പത്ലുവിനും. ഇത്തവണ ഞാനൊരു കിടിലൻ പ്ലാനാ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തവണ ധീരതയ്ക്കുള്ള പുരസ്കാരം ഞാനായിരിക്കും കൈവരിക്കുക. ഓക്കെ, അതെങ്ങനെയാ ബോസ്? അത് പിന്നെ എന്റെ പൈശാചിക ബുദ്ധിയിൽ എന്റെ തലച്ചോറിൽ ഒരു ബിരിയാണി വെന്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം ബോസേ, കണ്ടില്ലേ? ബിരിയാണിയുടെ പേര് കേൾക്കുമ്പോഴേക്കും വായിൽ വെള്ളം ഊറി തുടങ്ങി. വെറുതെ മണ്ടത്തരം പറയരുത്. കാത് തുറന്ന് പിടിച്ച് കേക്ക്, കണ്ണ് തുറന്ന് വെച്ച് കാണ്. അതാ കണ്ടില്ലേ, അവരെത്തി. ഇതൊരു കാളയാണ്. ഇതിന്റെ പേരാണ് ബയാലു. ഇതിനോട് നമ്മൾ എന്ത് പറയുന്നു? ഇത് അതുപോലെ തന്നെ ചെയ്യും. കാണ്. കമാൺ, ഇരിക്കും ബയാലു. കിടക്ക് ബയാലു. എണീറ്റ് ചാട് ബയാലു. കമാൺ, ചേസ് ചെയ്യും ബയാലു. വരൂ, വന്നെന്നെ പിടിക്കും ബയാലു. ഈ കാള നിങ്ങളെ രണ്ടുപേരെയും ചേസ് ചെയ്യാം. നിങ്ങള് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അലറി വിളിക്കണം. അപ്പോ ഞാൻ വന്ന് നിങ്ങൾ രണ്ടുപേരെയും രക്ഷിക്കുന്നതായിരിക്കും. ഞാൻ ഇതിന് ഇടിച്ചു തെറിപ്പിക്കും. ഇത്രയും വലിയ കാര്യം ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? ഏതാടാ കൊച്ചനെ, എന്റെ ഏരിയയിൽ കിടന്ന് കളിക്കാനുള്ള കാരണം എന്നാടാ? നിനക്ക് ഒരു ഷേപ്പില് വീട്ടിൽ പോണോ അതോ വേണ്ടയോ? ഒരു കുത്തി ഞാൻ വെച്ച് തരട്ടെ. സോറി, എനിക്കറിയില്ലായിരുന്നു ഇത് നിങ്ങളുടെ ഏരിയ ആയിരുന്നെന്ന്. അങ്ങനെ മര്യാദയ്ക്ക് സോറി പറ. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചുമ്മാ ചുറ്റി കളിച്ചാൽ നീ വിവരം അറിയും. വെറുതെ ഇവിടെ കിടന്ന് ചുറ്റി കളിച്ചാലേ നിന്റെ പരിപ്പ് ഞാൻ അടിച്ചളക്കും. നിനക്ക് പറയണം മനസ്സിലാവുണ്ടോ? ഐ ഡോണ്ട് നോ വാട്ട് യു ആർ സേയിങ്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് ഓടിയേ പറ്റൂ. ഓക്കേ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ബയാലുവിന്റെ മുന്നിൽ കൂടി ഓട്. രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഓടാൻ. അപ്പൊ ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. പേടിക്കണ്ട, ഞാൻ എത്തിക്കഴിഞ്ഞു. അവിടെ നിൽക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അത് ശരി, അപ്പൊ നിനക്കും ദേഷ്യം വരാൻ തുടങ്ങിയോ? നിനക്കുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നാ പിടിച്ചോ. ഈ ജോണിന് എന്തായി പറ്റിയത്? പുരസ്കാരം ലഭിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ അപകടപ്പെടുത്തുകയാണോ?
ഇപ്പൊ കാണിച്ചു തരാം. നീ എന്തോന്ന് കാണിച്ചു തരാമെന്ന്? ഇങ്ങ് വാടാ, ഞാനിപ്പം നിന്നെ ശരിയാക്കി തരാം. വാ, ഇങ്ങ് വാ, എന്നാ പിടിച്ചോ. കിടക്ക് ഭയാലോ, കിടക്ക്. ഞാനിപ്പോ നിന്നെ കിടത്താടാ. നാ വാ, പിടി. നമ്മളിപ്പോ അവനെ രക്ഷിച്ചില്ലെങ്കിൽ പോത്തവനെ തീർത്ത് കളയും പറ്റില്ലു. നീ പോയിക്കോ, ഞാൻ സമൂസ മേടിച്ചിട്ട് വരാം. ഇനിയിപ്പൊ ഇവനും തല്ലുകൊള്ളാൻ വലിയ ആഗ്രഹമാണെന്ന് തോന്നുന്നു. ഇന്നാ നിന്റെ ആഗ്രഹം ഞാൻ തീർത്തു തന്നേക്കാം. എന്താ ചെയ്യാ? ഇന്നാ പിടിച്ച മോട്ടു. മോട്ടു സമൂസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ. ഈ പഹേന ഏതാണ്ട് ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. മോട്ടു പത്ലു, ഇത്തവണ ധീരതയ്ക്കുള്ള അവാർഡ് എന്തായാലും നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇത് ഞാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. വേണ്ട വേണ്ട, കഷ്ടപ്പെട്ടത് മുഴുവനും ഞാന്. അവസാന പുരസ്കാരം കിട്ടിയത് മോട്ടുവിനും പത്തിലുവിന്.